നമസ്കാരം. ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2025 സാമാന്യ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള നക്ഷത്രഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ഫലം ഒരു വർഷത്തേത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കാനുള്ളത്. തിരുവോണ നക്ഷത്രം സംസ്കൃതത്തിൽ ശ്രാവണം എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാളിൽ ജനിച്ചവർ ധൈര്യവും ഉദാരശീലവും ജ്ഞാനസമ്പാദനത്തിൽ താല്പര്യമുള്ളവരും കാര്യശേഷിയുള്ളവരുമായിരിക്കും. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്താണ്? ദീർഘകാല നേട്ടങ്ങളെ മുൻനിർത്തിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് സാധാരണ ജോലിയാണെങ്കിലും നിക്ഷേപങ്ങളാണെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിലും എല്ലാം ദീർഘകാല ലക്ഷ്യങ്ങളാണ് അവർക്ക് ഉള്ളത്. പിന്നെ കുലീനമായ സ്വഭാവമായിരിക്കും, ദാനശീലമുണ്ടായിരിക്കും, പ്രയത്നശീലം ഉള്ളവരാണ്. പരോപകാര തൽപരതയും ഒരു പരിധിവരെ ഉണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഈ ഗുണങ്ങളെല്ലാം ഇവർക്ക് ഉണ്ട്. പിന്നെ പ്രതിസന്ധികളുണ്ടായാലും ആ സമയത്തൊരു അല്പം വിഷമവും മനപ്രയാസമൊക്കെ ഉണ്ടായാലും പിന്നെയും നീന്തി കയറാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ട്. എപ്പോഴും ജീവിതത്തിനൊരു നല്ല ഉറച്ച അടിത്തറ വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർ. സ്വന്തം പ്രയത്നം കൊണ്ട് ഉപജീവനം തേടുന്നവരാണ്. ധനം സമ്പാദിക്കാൻ യോഗമുള്ളവരാണ്. സ്വന്തം വീട് വിട്ട് പുതിയൊരു ഗൃഹം നിർമ്മിച്ച് താമസിക്കാനായിട്ട് യോഗമുള്ളവരാണ്. അവർക്ക് പണച്ചെലവ് ഉണ്ടാകും, കുറേ അധികം പണച്ചെലവ് ജീവിതത്തിലുണ്ടാകും പല ഘട്ടങ്ങളിലും. പൊതുവേ സത്യസന്ധരാണ്. ബന്ധുബലം കുറവുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുമായിട്ടെല്ലാം നല്ല അടുപ്പം ഉണ്ടായിരിക്കുകയില്ല. പൊതുവെ ഈശ്വര ഭക്തരാണ്, ക്ഷമാശീലരാണ്, ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ ഇവർ പുറകോട്ട് മാറി എന്ന് വരാം. ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന പല സന്ദർഭങ്ങളിലും അവർ പുറകോട്ട് നീങ്ങുമെങ്കിലും അവരുടെ ലക്ഷ്യമാണ് അവർക്ക് പ്രധാനം. അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കുകയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മുന്നോട്ട് പോയി വിജയിക്കാനാണ് അവർക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന പല ഘട്ടങ്ങളിലും അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുത്ത് ചാടുകയൊന്നുമില്ല. അവർ ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ മിതവ്യയം ചെയ്യാനായിട്ട് അവരെപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ ഉദ്ദേശിക്കുന്ന കൂടുതൽ പണച്ചെലവ് പലപ്പോഴും അനുഭവപ്പെടുകയും ചെയ്യും. ഒരേ സമയത്ത് തന്നെ യാഥാസ്ഥിതികമായ രീതികളും, അതായത് പരമ്പരാഗതമായിട്ട് ആചരിച്ചു വരുന്ന ആചാരങ്ങളോടുള്ള ബഹുമാനം അവർക്കുണ്ട്. എന്നാൽ ആധുനികതയെ സ്വീകരിക്കാനുള്ളൊരു മനസ്സും അവർക്ക് ഉണ്ട്. പൊതുവേ ന്യായമായിട്ടുള്ള മാർഗങ്ങളിലായിരിക്കും അവരുടെ ജീവിതം. കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും പരിഗണനയൊക്കെ ഉള്ളവരാണ്. പിന്നെ ഇവർക്ക് ഉറച്ച രാഷ്ട്രീയ വിശ്വാസം ഉള്ള ആൾക്കാരായിരിക്കും. പുറമേ പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് കാണുന്ന ഈ പൊളിറ്റിക്കൽ ഡ്രാമ അല്ല, അതായത് ഈ രാഷ്ട്രീയ നാടകങ്ങളല്ല നമ്മുടെ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ രാജ്യത്തോടുള്ള കൂറ്, രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യപുരോഗതിക്കുള്ള ആശയങ്ങൾ, ഇതൊക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ചിലർ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ആകാം. പിന്നെ അവർക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ രാശ്യാധിപൻ, അതായത് തിരുവോണം നക്ഷത്രം ഉൾപ്പെടുന്ന മകരക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ശനിയുടേതായ ചില ക്വാളിറ്റീസ് ഇവർക്ക് ഉണ്ടായിരിക്കും. ശനിക്ക് പറഞ്ഞിരിക്കുന്ന ചില സ്വഭാവ ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്രദശാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അതായത് ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. അപ്പോൾ ചന്ദ്രൻ്റെ കുറച്ച് ഗുണങ്ങളും ഇവരിൽ ഉണ്ടായിരിക്കും. ഗുണങ്ങളും ദോഷങ്ങളും, ശനിയുടെയും ചന്ദ്രൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഇവരിൽ ഉണ്ടായിരിക്കും. പ്രവർത്തന മണ്ഡലത്തിൽ നല്ല കാര്യശേഷി പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ സ്വഭാവം പറഞ്ഞല്ലോ, ഇവർ സഹായിച്ച ആൾക്കാർ ഇവരോട് ശത്രുത പുലർത്തും. ഈ തിരുവോണ നക്ഷത്രക്കാരിൽ നിന്ന് സഹായമൊക്കെ സ്വീകരിച്ച് അന്ന് നന്ദിയൊക്കെ പറഞ്ഞു പോയവർ പിന്നീട് ഇവരുടെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു ബുദ്ധിമുട്ട് പിടിച്ച അവസ്ഥയും ഇവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഒരു വിരോധാഭാസമാണത്. പ്രത്യേകിച്ച് പണം കൊടുത്ത് സഹായിച്ചവരിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്താണെങ്കിലും തിരുവോണം വളരെ നല്ലൊരു നക്ഷത്രമാണ്. അവർക്ക് ഒരുപാട് പുരോഗതി നേടാൻ സാധിക്കുന്ന നക്ഷത്രമാണ്. ഭാഗ്യം പലപ്പോഴും ഇവരുടെ പുറകെ ഉണ്ടായിരിക്കും. സൗഭാഗ്യപൂർണ്ണമായ ദാമ്പത്യത്തിനും യോഗമുണ്ട്. ഇനി നമുക്ക് അവരുടെ അടുത്ത വർഷത്തെ ഫലങ്ങളിലേക്ക് കടക്കാം. അതായത് ഈ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ. തിരുവോണ നക്ഷത്രം മകരക്കൂറിലാണ് ഉൾപ്പെടുന്നത്. വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം 5-ൽ നിൽക്കുന്നത്
വളരെ ഗുണപ്രദമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക്. ശനി മകരക്കൂറിൻ്റെ രാശിനാഥൻ തന്നെ ആയതുകൊണ്ട് വർഷാദ്യം ഏഴര ശനിയാണെങ്കിലും അവർക്ക് കാര്യമായ ദോഷമൊന്നും ഉണ്ടാവുകയില്ല. ഏഴര ശനിയാണല്ലോ, ശനി കുംഭത്തിൽ നിൽക്കുമ്പം ഇവർക്ക് ഏഴര ശനിയുടെ അവസാന ഭാഗമാണ്. മാർച്ച് 29 ശനി മാറുമ്പോഴാണ് അവർക്ക് ഏഴര ശനിയിൽ നിന്ന് മുക്തി ലഭിക്കുക. അപ്പം വർഷത്തിൻ്റെ ആദ്യം മികച്ച നേട്ടങ്ങൾ തന്നെ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. പക്ഷേ അലച്ചിൽ കൂടുതലായിരിക്കും. ശനിയുടെ ഒരു പ്രത്യേകത എന്താണ്? ശനി സന്തുഷ്ടനായിട്ട് അല്ലെ ശുഭസ്ഥാനത്ത് അല്ലെങ്കിൽ അനുകൂല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ കുറേ ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം നമ്മളെ ചില കാര്യങ്ങളിൽ അലച്ചിലും യാത്രാക്ലേശമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയും. അതിൽ അംഗീകാരവും ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്താനും അത് പബ്ലിഷ് ചെയ്യാനൊക്കെ സാധിക്കും. ജോലിയിലും മെച്ചമാണ്. ഔദ്യോഗികമായിട്ട് ആഗ്രഹിച്ച പല പദവികളും ലഭിക്കുന്നതാണ്. ധനക്ലേശമൊക്കെ മാറിയിട്ട് സമ്പാദ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കൃത്യമായ നീക്കങ്ങളിലൂടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ പരാജയപ്പെടുത്താനും അവർക്ക് സാധിക്കും. പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ യോഗമുണ്ട്. അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മക്കൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. മാർച്ച് അവസാനം ഏഴര ശനിക്കാലം തീരുന്നത് മുതൽ പല മുന്നേറ്റങ്ങളും അവർക്ക് ഉണ്ടാകും. മാനസിക സൗഖ്യം കൂടുതലായിരിക്കും. ഈ വർഷത്തിൻ്റെ ആദ്യം ഏഴര ശനിയുടെ അവസാന ഭാഗമൊക്കെ ആയതുകൊണ്ട് കുറച്ച് മാനസിക സംഘർഷങ്ങൾ, ടെൻഷൻ, ഭാവിയെക്കുറിച്ചുള്ള ചില ആശങ്കകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില മോശം സംസാരങ്ങൾ, ഇതൊക്കെ നേരിടേണ്ടി വരാം. പക്ഷേ ഈ ശനി മാറുന്നതോടുകൂടി, അതായത് മാർച്ച് 29 കഴിഞ്ഞിട്ട് 30 മുതൽ ശുഭകാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ശനി എപ്പോഴും ഫലം തരുന്നത് പതുക്കെയാണ്. അതുകൊണ്ട് ശനി അടുത്ത രാശിയിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും, മീനൻ രാശിയിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും വളരെ ശുഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് 3-ാം ഭാവത്തിലോട്ടാണല്ലോ ശനി പോകുന്നത്. അതുകൊണ്ട് കൃഷി നടത്തുന്നവർക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാകും. ഫാം, കന്നുകാലി വളർത്തൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ മേഖലകൾ കൈകാര്യം ചെയ്യുന്നവർ, ഇവർക്കെല്ലാം നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ജോലിയിൽ നിന്ന് ആദായം ഉണ്ടാകും. പല വഴിക്ക് ധനലാഭം ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ തന്നെ മാധ്യമപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും ശനിയുടെ ഒരു ആധിപത്യമുണ്ട്. അപ്പം യൂട്യൂബ്, മറ്റ് ചാനലുകൾ, സിനിമ, ദൃശ്യ കലകൾ, ചിത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, ചിത്രരചന തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ധനലാഭം ഉണ്ടാകാം. കലാകായിക പ്രവർത്തനങ്ങൾ, അതിൽ നിന്നൊക്കെ വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അർഹതപ്പെട്ട അംഗീകാരം എല്ലാ മേഖലകളിലും ലഭിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തന രംഗത്തുമൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല അംഗീകാരം ലഭിക്കും, ജനപിന്തുണ ലഭിക്കും. പഠിച്ച വിദ്യയോടനുബന്ധിച്ച് ഉദ്യോഗം ലഭിക്കാനും ഈ 2025 അവർക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിനകത്തും പുറത്തും ഈ തിരുവോണ നക്ഷത്രക്കാരുടെ അഭിപ്രായം അംഗീകരിക്കപ്പെടും. ഏഴര ശനി അവസാനിക്കുന്നതോടുകൂടി ഒരുപാട് ഗുണങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, ലോട്ടറി, ഭാഗ്യ നറുക്കെടുപ്പുകളിൽ വിജയം, അല്ലെങ്കിൽ വളരെ നല്ല മനസ്സുള്ള, അല്ലെങ്കിൽ വളരെ റിച്ചായിട്ടുള്ളതും വളരെ നല്ല മനസ്സുള്ളവരുമായ ഉദാരമതികളുമായ ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ പല രീതികളിൽ അവർക്ക് ഭാഗ്യം വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ വ്യാഴം 6-ലേക്ക് മാറും. അതുപോലെ രാഹു 2-ലേക്ക് മാറും. ഈ പ്രശ്നങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കും, എങ്കിലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വ്യാഴം 6-ലേക്ക് മാറുമ്പോൾ. അതുപോലെ രാഹു 2-ലേക്ക് മാറുന്നതും നല്ലതല്ല. നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ രാഹു എന്ന് പറയുന്നത് വിഷത്തിൻ്റെ കാരകനാണ്. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ധനപരമായ കാര്യങ്ങൾ, ഈ പണം വരുന്നത് 2 രീതിയിലാകാമല്ലോ, ന്യായമായ മാർഗ്ഗങ്ങളിൽ കൂടെയും അന്യായമായ മാർഗ്ഗങ്ങളിൽ കൂടെയും. രാഹു കൊണ്ടുവരുന്നത് പലപ്പോഴും പെട്ടെന്നുള്ള ധനലാഭമാണ്. ന്യായമായ മാർഗ്ഗങ്ങളിൽ കൂടെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ആദർശങ്ങളിൽ നിന്ന് മാറാതെ ധനം ലഭിക്കുന്നതാണ് ഉചിതം. അന്യായമായ മാർഗ്ഗങ്ങളിൽ കൂടെ നമ്മൾ ധനം സമ്പാദിച്ചാലും അത് മറ്റേതെങ്കിലും രീതിയിൽ ചിലവായി പോകും.
വ്യാപാരത്തിൽ കാര്യമായ ക്ഷീണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ചതിവ് പറ്റാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചതിവ് പറ്റാതെ നോക്കിക്കോണം. വ്യാഴം മറയുന്നത് കൊണ്ട് ഒളിഞ്ഞോ തെളിഞ്ഞോ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാം. ധനപരമായ അച്ചടക്കം പുലർത്തേണ്ടതാണ്. അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ വേണം. വിലപ്പെട്ട രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. കടം കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആകാവുള്ളൂ. അല്ലാതെ ഓടിപ്പോയി എന്തെങ്കിലും ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ അത്യാവശ്യം സാധിക്കാൻ വേണ്ടി കടം വാങ്ങിയാൽ പിന്നീട് ചിലപ്പോൾ അത് ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും. രാഹു 2ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വാക്കുകൾ നന്നായിട്ട് സൂക്ഷിക്കണം. പക്ഷേ രാഹു ചില സമയത്ത് പെട്ടെന്ന് ധനലാഭം കൊണ്ടുവരുമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. രാഹു മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കും, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. തമാശകൾ പോലും ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ജോലിയിൽ അപ്രതീക്ഷിത മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ആ മത്സരങ്ങളിൽ വിജയം നേടാനും പ്രമോഷനും ശമ്പള വർധനമൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. മേലധികാരികളുടെ അപ്രീതി നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്കൂടെ നോക്കാം. രാഹുർദശ, ശനിദശ, കേതുർദശ, ഈ 3 ദശാകാലങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. തിരുവോണം, രോഹിണി, അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. തിരുവോണത്തിൻ്റെ ദേവനായ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാന് പൂജകളും അർച്ചനകളും ഒക്കെ ചെയ്യുക. നക്ഷത്ര ദശാനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ചന്ദ്രന് പക്ഷബലം ഉണ്ടെങ്കിൽ ദുർഗാദേവിയെ ഭജിക്കുക. പക്ഷബലം ഇല്ലാത്ത ചന്ദ്രനാണെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുക. പൗർണമി ദിനത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചനയോ അല്ലെ മറ്റെന്തെങ്കിലും ഒരു വഴിപാട്, പായസമോ, നമ്മുടെ താല്പര്യം പോലെ വിളക്കോ കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുകയോ അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം. അല്ലെ മാലകൾ, ഹാരങ്ങൾ സമർപ്പിക്കുക. ചെത്തിപ്പൂ കൊണ്ടുള്ള ഹാരം സമർപ്പിക്കുക. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. പട്ട് സമർപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ടല്ലോ, അതിലേത് വേണമെങ്കിലും ചെയ്യാം. ഭദ്രകാളിയെയാണ് പൂജിക്കേണ്ടത് എന്ന് ജാതകപ്രകാരം വരുന്നെങ്കിൽ അമാവാസി ദിനത്തിൽ ഭദ്രകാളിയെ പൂജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ക്ഷേത്ര ദർശനവും പൂജകളും നടത്താവുന്നതാണ്. പിന്നെ രാശിയാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. കൂറിൻ്റെ അധിപൻ ശനിയാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശാസ്താവിനെ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക, അർച്ചന സമർപ്പിക്കുക, നെയ്വിളക്ക്, എള്ളുപായസം ഒക്കെ സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശാസ്താഭജനത്തോടൊപ്പം ശനീശ്വര പൂജ ചെയ്യാം, അന്നദാനം നൽകാം. ഇതൊക്കെ ദോഷങ്ങൾ മാറാനും ഗുണഫലം വർദ്ധിക്കാനും നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവോണത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു ഭഗവാനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വിഷ്ണു ഭഗവാന് അർച്ചന, താമരമുട്ട്, പാൽപ്പായസമൊക്കെ സമർപ്പിക്കുക. ശുഭകാര്യങ്ങൾക്ക് മുമ്പായിട്ട് ഗണപതി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുക. ജോലി ലഭിക്കാനായിട്ട് ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ ഒക്കെ പോകുന്നവർ ഗണപതി ഭഗവാന് നെയ്വിളക്കും കറുകമാലയും സമർപ്പിച്ച ശേഷം പോവുക. കാര്യം സാധിക്കും. എപ്പോഴും നമ്മൾ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ തടസ്സങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. ഏതൊരു ശുഭകാര്യത്തിന് പോകുന്നതിന് മുമ്പും നമ്മൾ ജീവിതത്തിൽ നല്ല ഏതൊരു കാര്യത്തിന് പോകുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും ചെറിയൊരു വഴിപാടെങ്കിലും അവിടെ സമർപ്പിച്ചിട്ടും പോവുക. ഗണപതി പ്രതിഷ്ഠകൾ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടല്ലോ. അപ്പോൾ വലിയ കൂടുതലൊന്നും വേണ്ട, വളരെ കുറഞ്ഞ തുകയ്ക്ക് ചെയ്യാവുന്ന ഒരുപാട് വഴിപാടുകൾ ഉണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. നെയ്വിളക്ക് എന്നൊക്കെ പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞാണ്. അപ്പോൾ അതെങ്കിലും ഒന്ന് തെളിയിച്ചിട്ട് പോവുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും 2025 വളരെ ഗുണകരമായിരിക്കട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സന്താനങ്ങൾക്കും അച്ഛനമ്മമാർക്കുമൊക്കെ സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.